കോഴിക്കോട് ടൗൺ കേന്ദ്രീകരിച്ച് അന്വേഷണം അടുത്ത ബന്ധുക്കളിലേക്ക് കൂടി കൂടത്തായി സംഭവങ്ങളുടെ അന്വേഷണ പരമ്പര നീങ്ങുകയാണ്. ഇന്നോ നാളെയോ അറസ്റ്റ് ഉണ്ടായേക്കും എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. അതേസമയം കൂടത്തായി സംഭവത്തിൽ ലീഗ് നേതാവിന്റെ പങ്കും പുറത്തു വന്നിരിക്കുന്നു. അറസ്റ്റിന് തലേന്ന് ജോളി വിളിച്ചത് ലീഗ് നേതാവ് ഇമ്പിച്ചി മോയി എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തഹസിൽദാർ ജയശ്രീക്ക് കൂടത്തായിയിൽ വീട് വാടകയ്ക്കെടുത്ത് നൽകിയതും ഇമ്പിച്ചി മോയിയാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് മേഘാമാധവൻ തത്സമയം ചേരുന്നുണ്ട്. മേഘാമാധവൻ, കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് കൂടത്തായി സംഭവത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? നൃപൻ, കൂടത്തായി കൊലപാതക പരമ്പരയുടെ ഭാഗമായി കേസന്വേഷണം സുപ്രധാനമായ വഴികളിലേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ വിവരം അനുസരിച്ചുകൊണ്ട് കോഴിക്കോട് ടൗൺ കേന്ദ്രീകരിച്ച ഈ ജോളിയുടെ ബന്ധുക്കളിലേക്കും അന്വേഷണം നീങ്ങുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ, അതായത് 2 ദിവസത്തിനുള്ളിൽ അറസ്റ്റിന് സാധ്യത ഉണ്ട് എന്ന തരത്തിലാണ് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. കോഴിക്കോട് ടൗൺ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. കൂടത്തായി മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല ഈ കൊലപാതക പരമ്പര എന്ന് തന്നെ വ്യക്തമാകുന്നു. കോഴിക്കോട് ടൗൺ കേന്ദ്രീകരിച്ചുകൂടി പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട് 6 പേരുടെ മരണം മാത്രമല്ല, പലതരത്തിലുള്ള കൊലപാതക ശ്രമങ്ങളും കൊലപാതകങ്ങളും ഇതിന്റെ ഭാഗമായി തന്നെ ഉയർന്നു വന്നിരുന്നു. ഈ സ്വത്ത് തർക്കം തന്നെയാണ് ഇത്തരത്തിലേക്കുള്ള വലിയ കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്ന് ഒരു പക്ഷേ പോലീസ് അന്വേഷണ സംഘം എത്തിച്ചേർന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ബന്ധുക്കളിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ സാധിക്കുന്നത്. കുറച്ചുകൂടി നാളെ തന്നെ ഈ കസ്റ്റഡി അപേക്ഷ ജോളിയുടെയും ഒപ്പം തന്നെ മറ്റു പ്രതികളുടെയും കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കുന്നുണ്ട്. ഇവരെ കസ്റ്റഡിയിൽ കിട്ടിയാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൊലപാതകത്തിലെ ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ പങ്കാണ്. ഇമ്പിച്ചി മോയിയുടെ പങ്ക് എത്രത്തോളമാണ് എന്ന തരത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റൊരു സുപ്രധാന കാര്യം എന്നത്, ഈ അറസ്റ്റിന് തലേ ദിവസം തന്നെ ജോളി ഇമ്പിച്ചി മോയിയുമായി ബന്ധപ്പെട്ടിരുന്നു. തനിക്ക് ഒരു അഭിഭാഷകനെ ഏർപ്പാടാക്കി തരണം എന്ന തരത്തിൽ ഇമ്പിച്ചി മോയിയോട് ജോളി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ജോളി ഈ ഇമ്പിച്ചി മോയി അഭിഭാഷകനെ ഏർപ്പാടാക്കുന്ന മുൻപേ തന്നെ മറ്റൊരു അഭിഭാഷകനെ ഈ ജോളി കണ്ടെത്തുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജോളിയും ഇമ്പിച്ചി മോയും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. ഏതായാലും അന്വേഷണം ശക്തമായി തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, നേരത്തെ ഈ ജയശ്രീയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ജോളിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് തഹസിൽദാർ ജയശ്രീ. ഈ ജയശ്രീക്ക് കൂടത്തായിയിൽ വീടെടുത്ത് നൽകിയത് ഇമ്പിച്ചി മോയിയാണ്. അത്തരത്തിലുള്ള അന്വേഷണ സംഘത്തിന് അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ നിലവിൽ ലഭിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ കൂടത്തായി കൊലപാതക കേസിലെ അന്വേഷണം പുരോഗമിക്കുന്നത്. റോയിയുടെ മരണം മാത്രമാണ് അന്വേഷണ സംഘത്തിന് നിലവിൽ അത് മാത്രമാണ് ഇപ്പോൾ തെളിയിക്കാനായിരിക്കുന്നത്. മറ്റു മരണങ്ങളുടെ കാരണങ്ങൾ, അല്ലെങ്കിൽ അന്നമ്മയുടെ ഉൾപ്പെടെ 5 ആളുകളുടെ മരണം എന്തുകൊണ്ടാണ്, അത്തരത്തിൽ മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഒക്കെ തന്നെയും അന്വേഷണം അടുത്ത ബന്ധുക്കളിലേക്ക് നീങ്ങുന്നു. അറസ്റ്റിനുള്ള സാധ്യത നാളെയോ മറ്റന്നാളോ അറസ്റ്റിനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. അത്തരത്തിൽ ബന്ധുക്കളിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ വിവരം. ഈ ജോളിയെയും ഒപ്പം തന്നെ മറ്റു പ്രതികളെയും നാളെ കസ്റ്റഡിയിൽ പോലീസിന് ലഭിക്കുന്നതോടുകൂടി ഈ കേസിന്റെ സുപ്രധാനമായ ഘട്ടത്തിലേക്ക് പോലീസിന് കടക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ കൂടിയാണ് ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ പങ്കുവയ്ക്കുന്നത്. നൃപൻ, മേഘാമാധവൻ, ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ, ഏറ്റവും പുതിയ വിവരം ഞെട്ടിക്കുന്നത് ലീഗ് നേതാവിന്റെ, അതായത് ജില്ലാ ലീഗ് നേതാവിന്റെ പങ്ക് തന്നെയാണ്. അത് ആ പ്രദേശത്ത് നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാളാണ്. വ്യാജ ഒസ്യത്ത് തയ്യാറാക്കുന്നതിൽ ഇയാൾക്കുള്ള വ്യക്തമായ പങ്കുകൂടി പുറത്തു വരികയാണെങ്കിൽ ഈ കേസിൽ നിർണായകമായ ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ജോളിയുമായി സജീവമായി ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. അവസാനം അറസ്റ്റിലേക്ക് പോകുന്നതിന് തലേ ദിവസവും ജോളി ബന്ധപ്പെട്ട ആള് ഈ ലീഗിന്റെ ജില്ലാ നേതാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ ബന്ധം പുതിയ ഒരു വഴിത്തിരിവിലേക്കാണ് കേസിൽ ചെന്ന് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അറസ്റ്റിലേക്കും ചോദ്യം ചെയ്യലിലേക്കും കാര്യങ്ങൾ പോകുമോ? അറസ്റ്റ് ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഈ ജില്ലാ നേതാവിനെ ചോദ്യം ചെയ്യലിന് വേണ്ടി പോലീസ്, ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ വിളിച്ചിട്ടുണ്ടോ മേഘ?
നൃപൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജോളിയുടെ അറസ്റ്റിനു ശേഷം 2 തവണ ഇമ്പിച്ചിമോയെ പോലീസ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു. 2 തവണയാണ് ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. പക്ഷെ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയാണ്. കൃത്യമായ തെളിവിലേക്ക് എത്താൻ ഇതുവരെയും ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടില്ല. നേരത്തെ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയ ഒരു കാര്യം എന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ അറസ്റ്റ് എന്ന വഴിയിലേക്ക് നീങ്ങുള്ളൂ, അല്ലെങ്കിൽ അറസ്റ്റ് എന്ന സാഹചര്യം അത്തരത്തിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ജോളിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയ ആളാണ് ഇമ്പിച്ചിമോയി. അതുകൊണ്ട് തന്നെയാണ് 2 തവണയായി ഇമ്പിച്ചിമോയെ ചോദ്യം ചെയ്ത് വിട്ടിരിക്കുന്നത്. പലതരത്തിലുള്ള പണമിടപാടുകളും ഇവർ തമ്മിൽ ഉണ്ടായി എന്ന് ഇമ്പിച്ചിമോയി തന്നെ സമ്മതിക്കുകയും ജോളിയും ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസിന്റെ അന്വേഷണം ഈ ഒസ്യത്ത് ഉൾപ്പെടെ മാറ്റിയെഴുതിയതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊക്കെ തന്നെ ഇമ്പിച്ചിമോയും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് 2 തവണ ഈ ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ ചോദ്യം ചെയ്യാനായി ക്രൈംബ്രാഞ്ച് വിളിച്ചു ചേർത്തത്. ഏതായാലും നിലവിൽ അദ്ദേഹത്തെ അത്തരത്തിൽ ചോദ്യം ചെയ്ത് ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അത്തരത്തിലുള്ള നടപടികളിലേക്കോ നീങ്ങിയിട്ടില്ല. കാരണം പോലീസിന് ജോളിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതോട് കൂടിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുത്താൻ സാധിക്കുക. അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിൽ എടുക്കണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം നീങ്ങുക. നൃപൻ, മേഘമാധവൻ, അതോടൊപ്പം തന്നെ ഈ ജോളിയുടെ ബന്ധുക്കളിലേക്ക്, അതായത് കോഴിക്കോട് കൂടി ടൗൺ കേന്ദ്രീകരിച്ചു കൂടി അന്വേഷണം വ്യാപിക്കുകയാണ്. അത് ജോളിയുടെ ബന്ധുക്കളാണോ? ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഏതെങ്കിലും ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ? ടൗൺ കേന്ദ്രീകരിച്ച് കൂടുതൽ കോഴിക്കോട് ടൗൺ കേന്ദ്രീകരിച്ചുള്ള ബന്ധുക്കളിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മേഘമാധവൻ? നൃപൻ, ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം വളരെ നിർണായകമായ ഘട്ടത്തിലാണ് നിലവിൽ ഉള്ളത്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ടും പോലീസിന്റെ അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നത്. ബന്ധുക്കളാണ് ഇത്തരത്തിൽ ഈ പോലീസ് സംഘം ഇപ്പോൾ നിരീക്ഷണത്തിൽ ഉള്ളത്. ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. നമുക്കറിയാം, വലിയ തരത്തിലുള്ള സ്വത്ത് തർക്കം ഈ കുടുംബത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു എന്നത് പല ഇടങ്ങളിൽ നിന്ന് വ്യക്തമായ കാര്യമാണ്. മറ്റ് പല കൊലപാതക വാർത്തകളും കൊലപാതക ശ്രമങ്ങളും പുറത്തുവരുന്ന സാഹചര്യം കൂടിയാണ് കോഴിക്കോട് ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പുതിയ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇടം കേന്ദ്രീകരിച്ചുകൊണ്ട് അറസ്റ്റിന് സാധ്യതയുണ്ട് എന്ന തരത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരവും. പക്ഷേ ഇത് അന്വേഷണത്തെ കാര്യമായി ബാധിക്കും എന്നുള്ളതിനാൽ തന്നെ എന്തുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയത് എന്ന് നമുക്കിപ്പോൾ വ്യക്തമാക്കാൻ സാധിക്കുകയില്ല. നൃപൻ, വിവരങ്ങൾ വ്യക്തമാണ്. കൂടത്തായി കൊലപാതക പരമ്പരയിൽ കൂടുതൽ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കോഴിക്കോട് ടൗൺ കേന്ദ്രീകരിച്ച് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതാവിന് കേസുമായി അടുത്ത ബന്ധമുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് കോഴിക്കോട് നിന്ന് മേഘ നൽകിയത്. കല്ലറ തുറക്കുന്നതിന്റെ തലേന്ന് ജോളി ബോധരഹിതയായെന്ന് കുടുംബ സുഹൃത്ത് ഏലിയാമ്മ. കല്ലറ തുറക്കുന്ന വാർത്ത വന്നപ്പോൾ ജോളി പരിഭ്രാന്തയായിരുന്നുവെന്നും ഏലിയാമ്മ പ്രതികരണം നടത്തി. കല്ലറ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് ജോളി ചോദിച്ചുവെന്നും ഏലിയാമ്മ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. PV കുട്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജോളിയുമായി അടുത്ത് പരിചയമുള്ള ജോളിയുടെ അയൽവാസി ഏലിയാമ്മ ടീച്ചർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കല്ലറ തുറക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ജോളിയുമായി ഏലിയാമ്മ ടീച്ചർ സംസാരിച്ചിട്ടുമുണ്ട്. ടീച്ചർ എത്ര കാലത്തെ പരിചയമുണ്ട് ജോളിയുമായിട്ട്? ഏകദേശം ഒരു 10-20 വർഷത്തെ പരിചയം ഉണ്ട് ജോളിയുമായിട്ട്. ആളെങ്ങനെയാണ്? ആള് നല്ല സ്മാർട്ടാണ്, എല്ലാ കാര്യങ്ങളിലും നല്ല സ്മാർട്ടാണ്. പിന്നെ ഒരു NIT അധ്യാപിക, അതുപോലെ തന്നെ ഒരു PhD എടുത്തിയ ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് നമ്മളൊക്കെ നല്ല രൂപത്തിലായിട്ടുള്ള ഒരു ഇടപെടലും നല്ല പെരുമാറ്റവുമാണ്. ആ രൂപത്തിൽ എല്ലാവരോടും തന്നെ ആ രൂപത്തിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ജോളിയെ കുറിച്ചുള്ള മനസ്സിലെ ചിത്രം എപ്പോഴാണ് മാറാൻ തുടങ്ങിയത്? പിന്നെ ജോളിയെ കുറിച്ചുള്ള ചിത്രം പത്രങ്ങളിൽ വന്നതോടുകൂടി ചെറിയൊരു മാറ്റങ്ങൾ നമ്മളിൽ വന്നു. പിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജോളി വെളിപ്പെടുത്തിയപ്പം ഏതായാലും പിന്നെ ജോളിനെ നമുക്ക് കാണണ്ട, അത്തരത്തിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക, സ്ത്രീ സമൂഹത്തിന് മുഴുവൻ ഒരു അപമാനം ഉണ്ടാക്കി തീർത്ത രൂപത്തിലേക്ക് ഉള്ള ഒരു സ്ത്രീ ആണല്ലോ ഇത് എന്നുള്ളത്. അപ്പം നമുക്ക് കൂടുതൽ അവരോടൊരു ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നി തുടങ്ങി. ഈ ആദ്യഘട്ടത്തിൽ വാർത്തകൾ വരുന്ന സമയത്തും പിന്നീട് കല്ലറ തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളൊക്കെ നിങ്ങൾ ജോളിയെ കണ്ടിരുന്നല്ലോ. ആ സമയത്ത് ജോളിയുടെ പ്രതികരണം എന്തായിരുന്നു? കല്ലറ തുറക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസമാണ് ജോളി ബോധം കെട്ടു എന്ന് പറഞ്ഞിട്ട് ഇന്നൊരാൾ വിളിക്കുന്നത്. തൊട്ട് കഴിഞ്ഞ 29-ാം തീയതി ഏകദേശം ഒരു ഉച്ച 1 മണി സമയമൊക്കെ ആയിട്ടുണ്ട്. കാണുമ്പോൾ ജോളി എന്നെ വിളിക്കുക. ഞാൻ അങ്ങോട്ടേക്ക് ആ റോഡിൽ അംഗൻവാടിയിലോട്ട് പോകുമ്പോഴാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ,
പിന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ജോളിയുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഞാനും ജോളിയും കൂടി കുറേ നേരം സംസാരിച്ചപ്പോൾ ഞാൻ ജോളിയോട് പിന്നെ ചോദിച്ചു, അപ്പം എന്താ ജോളി കേൾക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ജോളി പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല ടീച്ചറെ, പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ്, എന്നെ ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു, പിന്നെ എന്നെ DYSP ഓഫീസിലോട്ട് താമരശ്ശേരിക്ക് വിളിപ്പിച്ചു, എന്നോട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ചോദിച്ചു സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇല്ലേന്ന് ചോദിച്ചു. അതെ ടീച്ചറെ, തെറ്റായിപ്പോയി, അത് ചെയ്യേണ്ടിയില്ലായിരുന്നു. അപ്പം അത് നീ എന്തിനങ്ങനെ ചെയ്തു, അത് തെറ്റായിപ്പോയി ടീച്ചറെ, അത് ചെയ്യേണ്ടിയില്ലായിരുന്നു. അപ്പോൾ ആരാ ജോളി ഇത് പരാതി കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ റോജോയും അതുപോലെ തന്നെ റിഞ്ചിയും കൂടിയാണ് പരാതി കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. പിന്നെ അത് എന്താ ഇങ്ങനെ പരാതി കൊടുക്കാൻ കാരണം എന്ന് ചോദിച്ചു. ഇത്ര വൈരാഗ്യം എന്താ നിന്നോടെന്ന് ചോദിച്ചപ്പോൾ കല്യാണം, അവളുടെ രണ്ടാമത്തെ വിവാഹം അവളോട് പറഞ്ഞിട്ടില്ല, അതിൻ്റെ പേരിലാന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ രണ്ടാമത് എന്താ നീ പറഞ്ഞില്ലായിരുന്നു? ഞാൻ പറഞ്ഞില്ല, പിന്നെ മറ്റേ ഷാജുവിൻ്റെ അച്ഛനും അമ്മയും അവരൊക്കെ കൂടി പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്തായിരുന്നു? പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം ഒക്കെ നടക്കുന്നു എന്നുള്ള രൂപത്തിലേക്കും കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം ഇവൾക്ക് ആകെ ഒരു ഭയപ്പാട് വന്നു, മുഖത്ത് മുഴുവനും കൂടി ആകെ ഒരു ഇത്. പിന്നെ വീണ്ടും ഒരു 3-4 പ്രാവശ്യം എന്നോട് എടുത്തെടുത്ത് ചോദിച്ചു അത് എപ്പോഴാണ് എല്ലാവരുടെയും നടത്തുന്നത്, എത്ര പേരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ 5-6 ആളുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ ചിലപ്പോൾ ശരിയോ തെറ്റോ ആയിരിക്കാം, എന്താണെന്ന് അറിയില്ല ജോളി. നമ്മൾ പിന്നെ നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മൾ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ അതിൻ്റെ ഒരു ഭയപ്പാട് നമ്മുടെ പിന്നെ നമുക്ക് വേണ്ടല്ലോ എന്നുള്ള രൂപത്തിലേക്കൊക്കെയാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അവളോട്. ജോളിയുടെ പ്രതികരണം എന്തായിരുന്നു? അപ്പം ജോളി പറഞ്ഞു, ശരിയാണ്, കേസ് തെളിയിക്കട്ടെ, അവർ തെളിയിക്കട്ടെ, ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ഞാൻ എന്തിനു പേടിക്കുന്നു എന്ന്. പിന്നെ എനിക്ക് എൻ്റെ മക്കളുടെ കാര്യം ഓർത്തിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതെന്താ ജോളി, നീ വല്ലതും ചെയ്തു പോയിട്ടുണ്ടോ, അറിയാതെ എങ്ങാൻ കയ്യബദ്ധം പറ്റിപ്പോയോ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞു എന്നാ പിന്നെ നീ എന്തിനാ പേടിക്കണം, മക്കളും സേഫാണല്ലോ. പിന്നെ അഥവാ വല്ലതും നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ മക്കൾക്കും അത് വലിയൊരു ബുദ്ധിമുട്ടായി തീരുമല്ലോ എന്നും. 18 വർഷത്തെ പഴക്കത്തെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? 18 വർഷമായി പിന്നെ ഇത് ബോഡി അടക്കം ചെയ്ത ബോഡിയിൽ എന്ത് കിട്ടാനാ ടീച്ചറേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നും ഉണ്ടാവില്ല കുട്ടി, അതിലൊന്നും കിട്ടാനുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തെളിയിക്കുമല്ലോ, ഡിപ്പാർട്ട്മെന്റ് ഇത് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരുണ്ട്, അവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദഗ്ധരായിട്ടുള്ള സംഘങ്ങളാണ് എന്നുള്ളതൊക്കെ കേട്ടുകേൾവിയുണ്ട്. അപ്പോൾ പിന്നെ അതെന്തായാലും അവർ തെളിയിക്കട്ടെ, അത് തെളിയിക്കാണ്ട്. അപ്പോൾ അവളും പറഞ്ഞു തെളിയിക്കട്ടെ എന്നുള്ള രൂപത്തിലേക്കുള്ള സംസാരങ്ങളാണ് വന്നിട്ടുള്ളത്. കല്ലറ തുറക്കുന്നതിന്റെ തലേന്ന് സംഭവിച്ചെന്താ? കല്ലറ തുറക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ പിന്നെ വീട്ടിലിരിക്കുമ്പോൾ എന്നെ ഒരാൾ ഫോൺ ചെയ്ത് പറയുന്നു, അങ്ങനെ ജോളി ബോധം കെട്ടു, നിങ്ങളൊന്ന് പോയി നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നപ്പോൾ തന്നെ ഒരു സ്ത്രീയാണ്, ഒരു പൊതുപ്രവർത്തക എന്ന രൂപത്തിലേക്ക്, നമ്മളൊരു സ്ത്രീയാണല്ലോ, ഒരു അംഗൻവാടി വർക്കറൊക്കെയാണ്, ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ചെല്ലുമ്പോൾ കോടഞ്ചേരി SIയും പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പിന്നെ മുറ്റത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ വണ്ടി ഇങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു. പിന്നെ ഞാൻ കയറിപ്പോയി. അപ്പോൾ മോനുണ്ട്, ചെറിയ മോനുണ്ട്, പിന്നെ കൊലായിൽ ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു മോനെ അമ്മ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയുണ്ട്, അകത്തുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതൊക്കെ നിന്ന് നോക്കുമ്പോൾ ജോളി ഒരു സോഫയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ജോളിയാണോ അതെന്ന് ചോദിച്ചാൽ അതേ ടീച്ചറേ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് അവിടെ ഇരുന്നു. എണീറ്റ് കഴിഞ്ഞപ്പം പിന്നെ ജോളിനോട് ഞാൻ ചോദിച്ചു എന്താ പറ്റിയ ജോളി, നീ വെള്ളം കുടിക്കാഞ്ഞിട്ടല്ലേ, നീ വെള്ളം കുടിക്കാഞ്ഞിട്ട് ആകെ അവശതയായി, അതുകൊണ്ടായിരിക്കുമല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ 6 മണിക്ക് എണീറ്റപ്പോൾ ടീച്ചർ എനിക്ക് തല ഇറങ്ങി വീണുപോയി. അപ്പം എൻ്റെ മോനെ വിളിച്ച് നോക്കുമ്പോൾ മോനെയും അടുത്തൊന്നും കാണുന്നില്ല. അപ്പം മോനും പോയോ എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ എനിക്ക് സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു. പിന്നെ സോഫയിൽ തന്നെ അവൾ ഇരുന്നപ്പം അവൾ പറഞ്ഞു പത്രത്തിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു പത്രത്തിൽ വന്നോ, എന്താണെന്ന് ചോദിച്ചു. അപ്പം നിന്റെ പേരൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ല അപ്പച്ചൻ്റെ പേരുണ്ട് എന്ന് പറഞ്ഞു. അപ്പച്ചൻ്റെ പേരല്ലേ, അതിനിപ്പോൾ എന്താ, നിനക്കെന്താ വിഷമം, കാരണം നിന്നെ ബാധിക്കുന്നില്ലല്ലോ അത്, കാരണം പിന്നെ അത് ആരും ആകാമല്ലോ ജോളി എന്ന് പറഞ്ഞു. ശരിയാ ടീച്ചറെ, അത് ശരിയാണ്, പിന്നെ നമ്മൾ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശരിയാ ടീച്ചറെ, അത് ശരിയാ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും അവൾ എന്നോട് ചോദിച്ചു പിന്നെ പത്രത്തിൽ വന്ന എല്ലാവരും എല്ലാവരും പറഞ്ഞു എല്ലാവരും ഒക്കെ അറിഞ്ഞെന്ന് അത് നേരത്തെ അറിയാവുന്നതല്ലേ നമുക്ക്, അവർക്കൊരു അന്വേഷണം കിട്ടിക്കഴിഞ്ഞാൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിൻ്റെ മുകളിൽ അവർ അന്വേഷണം നടത്തും. അത് ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ബോഡി മാന്തലും കാര്യങ്ങളെല്ലാം നടക്കും. അത് നടത്തി കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അന്വേഷണം ആ അധ്യായം അവിടെ അടയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നിനക്കൊരു കുഴപ്പമില്ലല്ലോ, ശരിയാ ടീച്ചർ അവർ അന്വേഷിക്കട്ടെ. വാർത്തയൊക്കെ വന്നു ജോലി കുറ്റം സംഭവിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നുന്നൊരു എന്താണ് വികാരം തോന്നുന്നത്, എന്താണ്?
പക്ഷേ ജോളി ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ആദ്യമൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഏറ്റവും വലിയ സമൂഹത്തിൽ ഏറ്റവും വലിയ വെറുക്കപ്പെട്ടവളായിട്ട് നമ്മൾക്ക് ആ രൂപത്തിലേക്കാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ ജോളി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് എല്ലാ തെളിവുകളും വെച്ചിട്ട് ഇങ്ങനെ ഇനിയിപ്പോൾ അത് തെളിഞ്ഞു വരികയാണെങ്കിൽ ഏകദേശമൊക്കെ തെളിഞ്ഞ് കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞത്. പക്ഷേ അവൾക്ക് ഏറ്റവും വലിയ ശിക്ഷ എന്താണ് ശിക്ഷ കിട്ടാവുന്ന ആ പരമാവധി ശിക്ഷ കിട്ടണം എന്നുള്ളൊരു അഭിപ്രായമാണ് നമുക്കൊക്കെ ഉള്ളത്. ജോളിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടോ? ജോളിയുടെ വീട്ടിൽ നിന്ന് ഇടയ്ക്കൊക്കെ പോകുമ്പോഴൊക്കെ ചായയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു പേടി ഭയപ്പാട് തോന്നുന്നു. അന്നൊന്നും അത് അവൾക്ക് ആ ബുദ്ധിയൊന്നും ഞങ്ങളിലൊന്നും തോന്നിയില്ലല്ലോ എന്നുള്ളൊരു ഭയപ്പാട് ഇപ്പോൾ ഉണ്ട്. ജോളി ഇങ്ങനെ ചെയ്യുമെന്ന് ആദ്യഘട്ടത്തിലൊന്നും ഇവരാരും വിശ്വസിച്ചിരുന്നില്ല, അയൽവാസികൾ പോലും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ കല്ലറ തുറക്കുന്നു, പോസ്റ്റ്മോർട്ടം വീണ്ടും നടത്തും എന്നൊക്കെ കേട്ടപ്പോൾ ജോളിയുടെ മുഖത്ത് വലിയ പരിഭ്രാന്തി ഉണ്ടായിരുന്നു. ജോളി ബോധം കെട്ട് വീണു എന്നൊക്കെയാണ് ജോളിയുടെ ഏറ്റവും അടുത്ത അയൽവാസി തന്നെ പറയുന്നത്. ഇവരൊക്കെ ജോളിക്ക് ഇത്രയും കൊടും പാതകം ചെയ്ത ജോളിക്ക് പരമാവധി ശിക്ഷ കിട്ടണമെന്നാണ് ഇവരുടെയൊക്കെ ആഗ്രഹവും. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ. കൂടത്തായി കേസിൽ പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള പ്രൊഡക്ഷൻ വാറണ്ട് കോഴിക്കോട് ജില്ലാ ജയിൽ സൂപ്രണ്ടിന് ലഭിച്ചു. ജോളി, മാത്യു, പ്രജുകുമാർ എന്നിവരെ ജില്ലാ സൂപ്രണ്ടിന്റെ ഉത്തരവാദിത്വത്തിൽ നാളെ കോടതിയിൽ ഹാജരാക്കും. ജോളി, മാത്യു, പ്രജുകുമാർ എന്നിവരുടെ കസ്റ്റഡി അപേക്ഷ നാളെ താമരശ്ശേരി കോടതി പരിഗണിക്കും. ഇവർ 3 പേരും ഇപ്പോൾ കോഴിക്കോട് ജില്ലാ ജയിലിലാണുള്ളത്. ജോളി കോഴിക്കോട് ജില്ലാ ജയിലിൽ വനിതാ സെല്ലിലാണ് കഴിയുന്നത്. ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേസിന്റെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവാണ്. 6 മരണങ്ങൾ സംബന്ധിച്ച ശാസ്ത്രീയമായ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, ഗൂഢാലോചന എന്നിവയ്ക്ക് കൃത്യമായ തെളിവുകൾ ലഭിക്കണമെങ്കിൽ ജോളിയെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കേണ്ടതുണ്ട്. ഏറെക്കാലം പഴക്കമുള്ള മരണങ്ങളായതിനാൽ പോലീസിനെ സംബന്ധിച്ച് കോടതിയിൽ കേസ് തെളിയിക്കാൻ കൃത്യമായ തെളിവുകൾ അനിവാര്യമാണ് എന്നത് വലിയൊരു കടമ്പ തന്നെയാണ്. ഇപ്പോൾ പ്രതിയെന്ന് ബോധ്യമായ ഇവരിൽ 3 പേരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാക്കേണ്ടതുണ്ട്. ജോളിയെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ അന്വേഷണത്തിന്റെ രീതി തന്നെ മാറുമെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയതാണ്. താമരശ്ശേരി കോടതിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ വാറണ്ട് കോഴിക്കോട് ജില്ലാ സൂപ്രണ്ടിന്റെ കയ്യിലെത്തി. 3 പേരെയും നാളെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിട്ട സ്ഥിതിക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനാൽ ജയിൽ സൂപ്രണ്ടിന്റെ ഉത്തരവാദിത്തത്തിലായിരിക്കും 3 പേരെയും കോടതിയിൽ ഹാജരാക്കുക. പോലീസ് കസ്റ്റഡിയിൽ ഇവരെ വിടണമോ എന്നുള്ളത് കോടതി തീരുമാനിക്കും. പോലീസ് കസ്റ്റഡിയിൽ വിട്ടാൽ വടകര SP ഓഫീസിലേക്കാവും ഇവരെ കൊണ്ടുപോവുക. ഈ കേസിലെ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളും ലഭ്യമാകണമെങ്കിൽ ജോളിയെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയേ പറ്റൂ. എന്തായാലും നാളെ ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കോഴിക്കോട് ജില്ലാ ജയിലിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV ജോഷില. അന്വേഷണ സംഘം പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് 11 ദിവസത്തേക്കാണ്. വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ആവശ്യമെന്ന് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടു. പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെടുമെന്ന് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ രഞ്ജിൻ ബേബി പറഞ്ഞു. ഒരു ഉത്തരവിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപേക്ഷ സമർപ്പിച്ച് കോടതി ഉത്തരവായിട്ട് നാളെ അത് പ്രതികളെ കൊണ്ടുവരും. 1 തൊട്ട് 3 പ്രതികളെ കൊണ്ടുവരും. നാളെയാണ് നമ്മൾ കസ്റ്റഡി അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. എത്ര ദിവസത്തേക്ക് എങ്ങനെ? നാളെ തൊട്ട് 10/11/2019 തൊട്ട് 21/10/2019 വരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് അതിൻ്റെ കൺസിഡർ ഉടനെ മാറും. മറ്റ് ഹിയറിംഗ് ബോത്ത് സൈഡ്സ് ഓഫ് കോടതി തീരുമാനിക്കുന്നതാണ്. എത്ര ദിവസം കിട്ടുന്നത് തീരുമാനിക്കുന്നില്ല. നമ്മൾ ജോലിയിൽ 15 ദിവസമാണ്. നാളെ തൊട്ട് 24 തീയതി. ഈ പ്രതികളുടെ അതായത് 2ാം പ്രതി മാർക്കിന്റെ ആപ്ലിക്കേഷൻ നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. അതെ, നമ്മൾ ഏതൊരു അപ്രോച്ചാണ് ചെയ്തെടുക്കുക? ഈ കേസിന്റെ പ്രത്യേകത കോടതി ബോധിപ്പിക്കും. എങ്ങനെയായിരിക്കും അതിനെ പറ്റി പഠിക്കാനൊന്നുമില്ല. നാളെ അതും ഹിയറിംഗ് ഉണ്ടാവും. നാളെ അതിനെ പറ്റി ജാമ്യാപേക്ഷ നാളെ ഉണ്ടാവും. മാറ്റിന്റെ അപേക്ഷ നാളെ ഹിയറിംഗ് ഉണ്ടാവും. പ്രൊഡക്ഷൻ വാറണ്ടിൽ നടപടി ഉത്തരവായിട്ടുണ്ട്. നാളെ KSRTC പെൻഷൻ 6 മാസം കൂടി സഹകരണ ബാങ്കുകൾ വഴി നൽകാൻ തീരുമാനം. ധനസഹകരണ മന്ത്രിമാരുമായി ഗതാഗത മന്ത്രി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത്. സഹകരണ സംഘങ്ങൾ വഴി പണം കണ്ടെത്താൻ കഴിയുന്നില്ലെന്നും അതിനാൽ പെൻഷൻ കരാർ അവസാനിപ്പിക്കണമെന്നും സഹകരണ വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. 1 മാസം 76 കോടി രൂപയാണ് പെൻഷന് വേണ്ടിവരുന്നത്. കഞ്ചാവ് കേസിൽ എക്സൈസ് കസ്റ്റഡിയിൽ മലപ്പുറം സ്വദേശി രഞ്ജിത്ത് മരിച്ച സംഭവത്തിൽ അന്വേഷണം CBIക്ക് വിടാൻ സർക്കാർ തീരുമാനം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ഇനിയൊരു കസ്റ്റഡി മരണം സംസ്ഥാനത്തുണ്ടാകാൻ പാടില്ലെന്നും അഥവാ ഉണ്ടായാൽ അന്വേഷണം CBIക്ക് വിടുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കി. ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് രഞ്ജിത്ത് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നേരത്തെ കണ്ടെത്തിയിരുന്നു.
കഴിഞ്ഞ സെപ്റ്റംബർ 1-നാണ് മലപ്പുറം സ്വദേശി രഞ്ജിത്തിനെ ഗുരുവായൂരിൽ നിന്ന് 5 ഗ്രാം കഞ്ചാവുമായി കസ്റ്റഡിയിൽ എടുത്തത്. തുടർന്ന് ചോദ്യം ചെയ്തപ്പോൾ 2 കിലോ കഞ്ചാവ് കൂടി കണ്ടെത്തി. ലക്ഷങ്ങളുടെ കഞ്ചാവ് ഇയാളുടെ പക്കലുണ്ടെന്ന നിഗമനത്തിൽ അത് കണ്ടെത്താൻ എക്സൈസ് ഉദ്യോഗസ്ഥർ അതിക്രൂരമായി രഞ്ജിത്തിനെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ കുഴഞ്ഞുവീണ രഞ്ജിത്ത് ആശുപത്രിയിൽ എത്തിക്കും മുമ്പേ മരിക്കുകയും ചെയ്തു. രഞ്ജിത്തിന്റെ മൃതദേഹത്തിൽ വിവിധയിടങ്ങളിലായി 12 ക്ഷതങ്ങൾ കണ്ടെത്തിയിരുന്നു. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. സംഭവത്തിൽ പ്രിവന്റീവ് ഓഫീസർമാരായ അബ്ദുൾ ജബ്ബാർ, MG അനൂപ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിധിൻ മാധവ്, മഹേഷ്, VM നിബിൻ എന്നിവർ അറസ്റ്റിലായി. പ്രിവന്റീവ് ഓഫീസർമാരായ AV ഉമ്മർ, MO ബെന്നി, ഡ്രൈവർ VB ശ്രീജിത്ത് എന്നിവർ ഒളിവിലാണ്. CBI അന്വേഷണത്തിൽ കൂടുതൽ ഉന്നതർ കുടുങ്ങുമെന്നാണ് സൂചന. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. NSS നിലപാട് പുനഃപരിശോധിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സമുദായത്തിലെ അംഗങ്ങൾ പോലും ആഗ്രഹിക്കാത്ത തീരുമാനമാണ് നേതൃത്വത്തിന്റേതെന്നും അദ്ദേഹം പ്രതികരിച്ചു. NSS ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാർ ആവശ്യമായ പരിഗണന നൽകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. NSS എന്ത് നിലപാട് സ്വീകരിക്കണമെന്നത് ആ സംഘടന സ്വീകരിക്കേണ്ടതൊരു സമീപനമാണ്. അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത് ഇന്നത്തെ നിലയിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് ആണ് അവസരം കൊടുക്കുന്നത്. അത്തരമൊരു നിലപാട് NSS നേതൃത്വം സ്വീകരിക്കുന്നത് ആ സമുദായത്തിലെ അംഗങ്ങൾ തന്നെ ആഗ്രഹിക്കുന്നൊരു തീരുമാനമല്ല. അത്തരമൊരു തീരുമാനം പുനഃപരിശോധിക്കാൻ NSS നേതൃത്വം തയ്യാറാവും. സ്വാഭാവികമായി അവരുന്നയിക്കുന്ന NSSന്റെ അംഗങ്ങളും സമുദായത്തിലെ അംഗങ്ങളുമായിട്ടുള്ള സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി NSS ഉന്നയിക്കുന്ന ഏതാവശ്യത്തിൻ്റെ കൂടെയും സഹായകരമായ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുക. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം NSS ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഗവൺമെൻറ് ആവശ്യമായ പരിഗണന കൊടുക്കും. ഒരു നിഷേധാത്മകമായ നിലപാട് NSSനോട് LDFനില്ല. NSSനെ ഒരു ശത്രുപക്ഷത്തുള്ള സംഘടനയായിട്ട് LDF കാണുന്നുമില്ല. അതുകൊണ്ട് NSS നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് അവരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. PDJS ഇപ്പോൾ NDA മുന്നണിക്കകത്താണ് ഉള്ളത്. അവർ NDA വിടും എന്നുള്ള നിലയുണ്ടെങ്കിൽ അത്തരം നിലപാട് സ്വാഗതാർഹമാണ്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 5 മണിക്ക്.